ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊടൈക്കനാൽ കൂക്കലിലാണ് കേട്ടോ. നമ്മൾ പൂക്കൽ അങ്ങനെ എന്തോ ആണ് സ്ഥലത്തിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇതാ നമ്മൾ റൂം വേണ്ടിയിട്ട്, അതായത് നല്ലൊരു റൂം എടുത്തിട്ട് അവിടെ ഒരു വൈബ് അടിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം, അതായത് ഒരു റിസോർട്ടിനാണ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവരെ ക്യാരക്ടറും നമുക്ക് പറ്റിയില്ല കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കണതല്ലേ, അപ്പോൾ നമുക്ക് ഏട്ടനവർക്കൊന്നും പറ്റിയില്ല അത്. അപ്പം എന്നിട്ട് നമ്മൾ ഒരു ഏട്ടനുണ്ട്, അവർ നല്ലൊരു വ്യൂ പോയിൻ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോവാണ്. വ്യൂ പോയിൻറ്റും അടിപൊളിയാണ്. റൂമാണ് നമുക്ക് പറ്റാനത്. എന്താ വെച്ചാൽ അത് ഈ ഒരുപാട് ചെക്കന്മാരൊക്കെ വന്നിട്ട് അങ്ങനെ നിൽക്കണ ഒരു റൂമാണ്. പക്ഷേ ഈ ഒരു ഇതുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. പോയാൽ തന്നെ അറിയുള്ളൂ. നമ്മൾ അവിടെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഏരിയയും ആ വ്യൂ പോയിൻറ്റും പകലൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ രാവിലെയൊക്കെ എണീച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ ഫാമിലി ആയ കാരണം നമ്മളവിടെ നിന്നില്ല. അത് വലിയ ബെഡ്റൂമാണ്, അതായത് ഒരുപാട് ആൾക്കാർക്ക് കിടക്കാൻ പറ്റുക. അപ്പം നമ്മൾ അതായത് രണ്ടാൾക്ക് അവിടെ ഒരു റൂം എടുത്തുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളവിടെ നിന്നില്ല. പിന്നെ അതുപോലെ റൂമിലില്ല, താഴെയാണ് ബാത്റൂം, അതായത് പുറത്താണ് ബാത്റൂം. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ എടുത്തില്ല കേട്ടോ. പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. മണ്ണൊക്കെ വെച്ച് ഇതൊക്കെ ആയ ഒരു വീടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഏട്ടനാണ് നമ്മളെ കൂട്ടി കൊണ്ടുപോയത്. ഇങ്ങനെ ഒരു റൂമുണ്ട്, ആ മുന്നിൽ പോണ ഏട്ടനാണ് നമ്മളെ കൂട്ടി കൊണ്ടുപോയത്. ഇങ്ങനെ റൂമുണ്ട്, നിങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ റൂം കാണാൻ പോകാനും നമുക്ക് അവിടെ അങ്ങോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 200 രൂപ അവിടെ പേ ചെയ്യണം. ആ പേ ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കടക്കാൻ. പിന്നെ നമ്മളവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് പോകുമ്പോൾ നമുക്ക് ആ പൈസ തിരിച്ചു തരും. അതെല്ലാം നമ്മളവിടെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പൈസ അവിടെ അവരെടുക്കൂട്ട. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഈ ഏട്ടനെ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ 4 റൂമാണുള്ളത്. ഫസ്റ്റ് റൂമാണ് ആ ഏട്ടൻ തുറന്ന് കാണിച്ചിരുന്നത്. എന്താ പറയുക, വലിയ റൂമാണ്, അതായത് 2 ബെഡ്, ഒരു 4-5 ആൾക്ക് കിടക്കാൻ പറ്റിയ ഇതുണ്ട്. പിന്നെ ഒരു മരം കൊണ്ടാണ്, അതായത് നമ്മൾ സാധാ നോർമൽ കട്ടില അതൊന്നുമല്ല, ഒരു മരം കൊണ്ടാണത് ഉള്ളത്. നമ്മളെ വീട്ടുകളിലുള്ള പോലത്തെ അങ്ങനത്തെ കട്ടില കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഫാനില്ല കേട്ടോ അവിടെ. തണുപ്പല്ലേ, അടിപൊളി നല്ല തണുപ്പാണ്. അവിടെ ഫാനിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ ഇവിടെ നിന്നാൽ തന്നെ മതി. എന്താണെന്നറിയോ, പകലൊക്കെ അടിപൊളി വ്യൂ ആവും. പക്ഷെ നമുക്ക് അവിടെ നിൽക്കാനുള്ള യോഗമല്ല. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട്, അതായത് അച്ഛൻ, അമ്മ, മക്കൾ, പിന്നെ കസിൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ എടുക്കാം. ഇന്നിപ്പോൾ ഞങ്ങൾ 3 ആളും അവർ 2 ആളും. അപ്പോൾ നമുക്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു 2, 3, 4 റൂം ഉണ്ടായില്ല. 4 റൂമും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒക്കെ നമ്മൾ തുറന്നു നോക്കി. ഇത് ഫുള്ള് മണ്ണാണ് കേട്ടോ. ഫുള്ള് മണ്ണുകൊണ്ട് തേച്ചൊരു റൂമാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബാത്റൂം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ബാത്റൂമില്ല. ബാത്റൂം താഴെയാണ്, കാണുന്നില്ലേ, താഴെയാണ് ബാത്റൂം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പറ്റിയില്ല. അപ്പോൾ അതാ നമ്മളൊരു 3-4 ദിവസത്തെ ഒരു കൊടൈക്കനാൽ യാത്രയായിരുന്നു. അതായത് നമ്മൾ വരുമ്പോൾ വയനാട്, ഊട്ടി, പിന്നെ അങ്ങനെ പിന്നെയാണ് കൊടൈക്കനാലിലെത്തിയിട്ടുള്ളത് കേട്ടോ. കൊടൈക്കനാലിന് നമ്മൾ അവിടെ 2 ദിവസം നിന്നു. അവിടെ തിരിച്ചു വരുമ്പോൾ നമ്മൾ പഴനിയിലൊക്കെ കയറിയിട്ടുണ്ട്. ആ വിശേഷങ്ങളൊക്കെ എന്തായാലും ഇനി വീഡിയോയിൽ വരും. അപ്പോൾ എന്തായാലും കൊടൈക്കനാലിൽ വരുമ്പോൾ ഈ കൂക്കാലിൽ എല്ലാവരും ഒന്ന് വരണം, ഇവിടെ വന്ന് കാണണം. അടിപൊളി വ്യൂ ആണ്, അടിപൊളി. നമ്മൾ മറക്കൂല കേട്ടോ, ഈ ഒരു ട്രിപ്പിൽ ഈ ഒരു സംഭവം മറക്കൂല, അടിപൊളിയാണ്. എന്നിട്ട് അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും തിരിച്ച് പോരുകയാണ് കേട്ടോ. നമുക്ക് കഴിയില്ലല്ലോ അവിടെ നിൽക്കാൻ. അപ്പോൾ ഞാൻ തിരിച്ച് പോരുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.